ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് അരിയോ അരിപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അരി ഭക്ഷണമൊക്കെ രാവിലെയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതുപോലെ ഷുഗറൊക്കെ കുറയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. നമുക്കിതുപോലെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഷുഗറൊക്കെ കുറയാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പാക്കറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസും. ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു കമ്പത്തിൻ്റെ പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വറുത്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തുടരെ തന്നെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും, ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ ഇത് ഇങ്ങനെ ഒന്നിങ്ങോട്ട് ആവി കയറി വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ തന്നെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ വറുത്തെടുത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതൽ ടേസ്റ്റായിട്ട് ഉണ്ടാവുന്നത്, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വറുത്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിരുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. ഈ കമ്പം എന്ന് പറയുന്നതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് സവോളയൊക്കെ ഒരുപാട് അങ്ങോട്ട് കളറ് മാറി ബ്രൗണായി പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ സവോളയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് കുതിർത്തിയിട്ടുള്ള പരിപ്പാണ് കേട്ടോ. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന ആ ഒരു പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കുറച്ച് സമയം നമ്മളൊന്ന് കുതിർത്തിയെടുക്കണം, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ പരിപ്പെന്ന് പറയുന്ന ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടണം, അപ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് കുതിർത്തിയിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് തലേ ദിവസം കുതിർത്തി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ടൈമിൽ മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് എടുക്കേണ്ടത് മുരിങ്ങയിലയാണ്. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ എടുക്കണം, തണ്ടൊന്നും പെടാതെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിടിയോളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുരിങ്ങയിലേക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ്, അതുപോലെ തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് മുരിങ്ങയിലയൊക്കെ. നമുക്ക് ഇതേപോലെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, ഒരുപാട് അസുഖങ്ങൾക്ക് ഉള്ളൊരു പരിഹാരം തന്നെയാണ്. അപ്പോൾ അതൊക്കെ പാകമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സവാളയൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ടൊന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വെള്ളം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നനച്ചെടുക്കേണ്ട, കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ നനച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലായിടത്തും നല്ലപോലെ തന്നെ നനവ് തട്ടണം. അതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്.
ഇനി ഇതേപോലെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പൊടിക്കനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്ന ആ ഒരു രീതിക്കനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട അളവെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ മുരിങ്ങയിലയൊക്കെ ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിലുള്ള ആ കമ്പൊക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടില്ല, കട്ടകളായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പൊടി നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കട്ടയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒക്കെ എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എങ്ങനെ ഉണ്ട് എന്നതിനൊക്കെ അനുസരിച്ച് വേണം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ലെയറായിട്ട് കിട്ടുന്ന 2 കഷ്ണമായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കഷ്ണങ്ങളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 2 പീസായി കിട്ടുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്തെടുത്താൽ മതിയാവും. അപ്പോൾ തേങ്ങ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി നിറച്ച് അമ്പിച്ച് വെക്കണ്ട, ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി മുകളിലും കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആവി കയറ്റി എടുക്കുമ്പോൾ ഒരു വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം അതുപോലെ ഇങ്ങനെ ഒരു ആവി വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ ആവി കയറ്റിയിട്ട് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നമുക്ക് രാത്രിയിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു മുരിങ്ങയിലയും പരിപ്പ് അതുപോലെ സവോളയൊക്കെ തന്നെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ കമ്പപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വളരെ വില കുറഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്, വാങ്ങിച്ചിട്ട് ഈ രീതിയിലൊക്കെ തന്നെയൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പികളും അതുപോലെ തന്നെ ടിപ്സുകളും ഹെയർ ഡൈകളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.